ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ രണ്ട് സംവിധായകരുടെയും പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരാൾ പറയുന്നത് പോരാട്ടം തുടരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പ്രവീണിന്റെ അനുഭവം പറയുക, പ്രവീൺ എങ്ങനെയെങ്കിലും ആ സിനിമ തിയേറ്ററിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഒരൊറ്റ ആളുടെ അഭിപ്രായമായി, പ്രവീണിന്റെ മാത്രം അഭിപ്രായമായി ചില കാര്യങ്ങൾ പറയാനും പറ്റില്ല. ഈ ഒരു ബുദ്ധിമുട്ട്, ഈ നിസ്സഹാവസ്ഥ അവിടെയുണ്ട്. അതിനിപ്പോൾ ഏത് സിനിമ എടുക്കുമ്പോഴും ആ നിസ്സഹാവസ്ഥ അത് ചെയ്യുന്ന ആൾക്കുണ്ടാകും. അപ്പോൾ സെൻസർ ബോർഡ് ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എവിടെയാണ് ഒരു പോരാട്ടം സാധ്യമാവുക? ഇവിടെ ഞാൻ പത്മകുമാറിൻ്റെ വാചകങ്ങളിലും പ്രവീണിൻ്റെ വാചകങ്ങളിലും സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കലാകാരൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴവും തീക്ഷ്ണതയുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഒരു സാഹോദര്യവുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പൊതുവായ പ്രശ്നത്തിലെ വിയോജിപ്പുകളോടെ നമ്മളൊരു പൊതുതലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏത് ചെറുത്തുനിൽപ്പിൻ്റെയും അന്തസത്ത എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായിട്ടും പ്രവീണിന് ഒരുപാട് പരിമിതികളുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. നിർമ്മാതാവിൻ്റെ സമ്മർദ്ദമുണ്ട്. അത് നിർമ്മാതാവിൻ്റെ സമ്മർദ്ദം വളരെ ജെനുവിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അവരെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ച ശേഷമായിരിക്കും. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്, എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വാദം കേൾക്കാം ഓൺ മെറിറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടാകും. പക്ഷേ അപ്പോഴും അപ്പീലിന് സ്കോപ്പുണ്ട്. നിങ്ങളുടെ സിനിമയുടെ റിലീസ് ഉടനെ നടക്കണമെങ്കിൽ നിങ്ങൾ ഒരു വയ മീഡിയ ട്രൈ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഭംഗ്യന്തരേണ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. കോടതി വളരെ ഓപ്പണായിരുന്നു ഒരു മെറിറ്റിൽ വാദം കേൾക്കാൻ. പക്ഷേ അതില്ലാതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് തീർച്ചയായിട്ടും അതിൻ്റെ റിലീസ് തീയതി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതൊരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അവർ OTT പ്ലാറ്റ്ഫോംസും സാറ്റലൈറ്റ് ചാനലുമായിട്ടൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റ് ഡേറ്റ് അവർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പത്മകുമാറിൻ്റെത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യം, അദ്ദേഹം അതിൽ സോളിഡാരിറ്റി ആവശ്യപ്പെട്ട ആളുകൾ അദ്ദേഹത്തിനെ സഹായിച്ചില്ല. അപ്പോൾ നിവൃത്തികേടിൻ്റെ മുകളിലാണ് അദ്ദേഹവും ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റാൻ നിർബന്ധിതനായത്. ആ ഘട്ടത്തിൽ എനിക്കറിയില്ലായിരുന്നു. അത് പത്മകുമാറിനും അറിയാം, എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത്. അറിഞ്ഞ ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അത് ഇതിനകത്ത് അത്തരം കാര്യങ്ങളിലേക്കാൾ ഉപരി സ്മൃതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കേണ്ടതില്ല. ഇനി വരാൻ പോകുന്ന ഫിലിം മേക്കേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു പ്രവീൺ പറഞ്ഞത് എനിക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ സ്മൃതി അത്തരത്തിലുള്ള ധരിച്ചതാവാം. അദ്ദേഹം ഉദ്ദേശിക്കുക, ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്, ഇപ്പോൾ ഉള്ള ക്ലോസുകൾ, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ക്ലോസുകളുണ്ടല്ലോ, ഇന്ന ക്ലോസ് പ്രകാരമാണ് ഞങ്ങൾ ഈ പേര് മാറ്റാൻ പറയുന്നത്. അത് വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു നിയമമാണ് അവരുടെ റെഗുലേഷനിലുള്ളത്. ഇതിനെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇതുപോലുള്ള യുക്തിരഹിതമായ വ്യാഖ്യാനങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു സമൂലമായ പൊളിച്ചെഴുത്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ല, ഇതിലിപ്പോൾ പറയുന്ന ഒരു കാര്യം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, സാമുദായികവും മതപരവുമായ ഐക്യത്തെ അപകടപ്പെടുത്തുന്നത്, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം, സംസ്ഥാനത്തിന്റെ സമാധാനത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒഴിവാക്കണം. അപ്പോൾ ഇതിന്റെയൊക്കെ പരിധിയിലേക്ക് ഈ വിഷയമോ കൊണ്ടുവരികയാണ്. അല്ല, അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അത്തരത്തിലുള്ള സിനിമകൾക്ക് എക്സിബിഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള, വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനെ കാണുന്ന ഒരു കമ്മിറ്റിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുകയോ ന്യൂനീകരിക്കുകയോ ചെയ്യാം. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? അത്തരത്തിലുള്ള സാമാന്യവൽക്കരണങ്ങളെ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു നിയമസംഹിതയിലേക്ക്, ഒരു റൂൾസിൻ്റെ ഒരു സംഹിതയിലേക്ക് ഇതിനെ മാറ്റണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു പൊളിച്ചെഴുത്താണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഈ അഫിഡവിറ്റ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അഫിഡവിറ്റ് പബ്ലിക് ഡൊമൈൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രവീണിന് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്രവീണിന് വേണ്ടി സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നോക്കൂ, ഈ അഫിഡവിറ്റിൻ്റെ 10ാമത്തെ പേജിൽ എന്ന് പറയുന്ന ഒരു ക്ലോസിൽ അവർ പറയുന്നത് എന്താണെന്നറിയാവോ? ദ ലീഡ് ക്യാരക്ടർ ഹു ഈസ് നെയ്മഡ് ആഫ്റ്റർ ഗോഡസ് സീത / Janaki is raped. She is then aided by a man
belonging to one particular religious community and is cross-examined and asked harrowing questions by a person belonging to another religious community. യാതൊരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് CBFC. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജാനകിയെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അതിൽ പ്രശ്നമില്ലെന്നുള്ളതാണോ? അങ്ങനെയാണോ നമ്മൾ ധരിക്കേണ്ടത്? എന്ത് ഹാരോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നടത്താം, പക്ഷെ ചോദിക്കുന്നത് ഒരു ഹിന്ദു ആയിരിക്കണം. ഒരു ഹിന്ദുവിന് ഹിന്ദുവിനോട്, ഒരു ഹിന്ദു പുരുഷന് ഹിന്ദു സ്ത്രീയോട് എന്ത് ഹാരോയിങ് ക്വസ്റ്റ്യൻസും ചോദിക്കാം എന്നാണോ ഇതിൻ്റെ വിവക്ഷ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഫിഡവിറ്റിൽ CBFC പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിന് തയ്യാറാക്കാൻ കഴിയുന്നത്? അത്ഭുതകരമായ കാര്യമാണിത്. മറിച്ചൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജാനകി V അതിൻ്റെ പേരിനെ സംബന്ധിച്ചുള്ള എക്സ്പാൻഷനെ കുറിച്ച് ഇവിടെ വലിയ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയിലെ ജാനകിയുടെ അച്ഛൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര് വിദ്യാധരൻ എന്നാണ്. അപ്പം ജാനകി V എന്ന് പറയുന്നത് വിദ്യാധരൻ്റെ ചുരുക്കപ്പേരാണ്. എന്താ ഈ വിദ്യാധരൻ? വിദ്യാധരൻ ഒരു ഹിന്ദു ദൈവമല്ലേ? അപ്പം ജാനകി V എങ്ങനെയാണ് അവിടെ പ്രശ്നമില്ലാതായിത്തീരുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിക്ക് സ്മൃതി രണ്ട് മിനിറ്റ് കൂടി തരണം, കാരണം രണ്ട് കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹമുണ്ട്. പ്രവാചക തുല്യനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം എന്ന കഥയിൽ സാറാമ്മയും കേശവകുട്ടി നായരും വിവാഹിതരാകുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് പേരിടും എന്നുള്ളത്. പേരിൻ്റെ രാഷ്ട്രീയം എത്രയോ മുമ്പ് കണ്ട ക്രാന്തദർശിയായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അവരുണ്ടാവാൻ പോകുന്ന കുട്ടിക്കിട്ട പേര് നമുക്കറിയാം. അവർ ആകാശമുട്ടായി എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. നോക്കൂ, എത്ര വലിയ രീതിയിൽ. ഇപ്പോൾ പ്രവീൺ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 വർഷം മുമ്പുള്ള ജാനകിയല്ലല്ലോ ഇന്നത്തെ ജാനകി എന്ന്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു പേര് എങ്ങോട്ട് ചുരുക്കപ്പെടുന്നു, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ സൂചനകൾ എന്താണ്, ഏത് വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ആകാശമുട്ടായി എന്നൊരു പേരിലൂടെ, ഒരു മെറ്റഫറിലൂടെ നമുക്ക് എത്രയോ കാലം മുമ്പ് ഈ കാലത്തെ ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത് സർഗാത്മകതയുടെ പ്രശ്നം ഉണ്ട്, ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. നമ്മളെന്താണ്, ഞങ്ങളെപ്പോലൊരു സംഘടന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത്. ഞങ്ങളുടെ സഹോദര സംഘടനയായ നിർമ്മാതാക്കളുടെ സംഘടന, അഭിനേതാക്കളുടെ സംഘടന, ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന, ഇതിനൊന്നും കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളില്ല. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ശക്തമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്, സജീവ പ്രവർത്തകരുണ്ട്. അപ്പം ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ ചുരുങ്ങലുകൾക്ക് അപ്പുറം പോകുന്ന ഒരു മാധ്യമമാണ് സിനിമയെന്ന തിരിച്ചറിവ് CBFC. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.